അടുത്തത് വന്ദന ശിവയുടെ ഒരു ആർട്ടിക്കിളാണ് അല്ലെങ്കിൽ ഒരു എസ്സേ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. The article is titled as Fighting Giants, Eco Activist Vandana Shiva on her battle against GM Multinationals. സോ ഇത് ഗാർഡിയനകത്ത് വന്ന ഒരു ആർട്ടിക്കിളാണ് വന്ദന ശിവയുടെ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വന്ദന ശിവ ആരാണെന്ന് നോക്കാം. അവരൊരു ഫിസിസിസ്റ്റ് ആയിരുന്നു, പിന്നീട് ഒരു എക്കോളജിസ്റ്റ് അല്ലെങ്കിൽ എൻവയോൺമെന്റലിസ്റ്റ് ആയിട്ട് മാറി. ഒരു എക്കോ ഫെമിനിസ്റ്റ് ആണ്, ഓഥറാണ്, സ്കോളറാണ്. പിന്നെ ബയോഡൈവേഴ്സിറ്റിക്ക് വേണ്ടിയും ഓർഗാനിക് ഫാമിങ്ങിന് വേണ്ടിയും ഫാമേഴ്സ് റൈറ്റ്സിന് വേണ്ടിയും ഒക്കെ സംസാരിച്ച അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്തൊരു വ്യക്തിയാണ്. അപ്പം ഡെറാഡൂണിൽ ഉത്തരാഖണ്ഡിലാണ് ഇവർ ജനിച്ചത്. അവരുടെ അച്ഛൻ ഒരു ഫോറസ്റ്റ് കൺസർവേറ്റർ ആയിരുന്നു, അമ്മ ഒരു ഫാമർ ആയിരുന്നു. സോ ബോത്ത് ഓഫ് ദം ഇൻഫ്ലുവൻസ്ഡ് ഹർ ലവ് ഫോർ നേച്ചർ. ഒരു ഫിസിക്സ് ആണ് പഠിച്ചത്, PhD ഒക്കെ എടുത്തു ക്വാണ്ടം തിയറിയിൽ. കാനഡയിൽ നിന്നൊക്കെയാണ് എടുത്തത്. ഇന്ത്യയിലോട്ട് വന്നപ്പോൾ ഇവർ വിറ്റ്നസ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഡീഫോറസ്റ്റേഷനും ഇൻഡസ്ട്രിയൽ ഫാമിങ്ങും കാരണം നമ്മുടെ എക്കോളജി അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് വാസ് ഗെറ്റിംഗ് ഡിസ്ട്രക്റ്റഡ് അല്ലെങ്കിൽ ഡിസ്ട്രോയിഡ്. അപ്പോൾ അവർ പഠിച്ചത് എന്താണ്? സയൻസ് ആണ് അല്ലേ. സോ ആ സയൻറ്റിഫിക് അണ്ടർസ്റ്റാൻഡിങ് അവർ അപ്ലൈ ചെയ്തത് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ തിയറിറ്റിക്കൽ ഫിസിസിസ്റ്റിൽ നിന്ന് എക്കോളജിക്കൽ ആക്ടിവിസ്റ്റായിട്ട് ഇവർ മാറി. അവർ ചിപ്കോ മൂവ്മെൻറ്റിൽ വളരെ ആക്റ്റീവായിരുന്നു. ചിപ്കോ മൂവ്മെൻറ്റ് എന്ന് വെച്ചാൽ ഉത്തരാഖണ്ഡിൽ 1970s നടന്നൊരു മൂവ്മെൻറ്റാണ്. അവിടെ സ്ത്രീകൾ ട്രീസിനെ കട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി, ഡീഫോറസ്റ്റേഷൻ നടക്കാതിരിക്കാൻ വേണ്ടി ട്രീസിനെ ഹഗ് ചെയ്ത് നിന്നു. ആ ഒരു മൂവ്മെൻറ്റിൽ ഇവർ വളരെ ആക്റ്റീവായിട്ടൊരു മെമ്പറായിരുന്നു. അങ്ങനെ വിമനും നേച്ചറും തമ്മിലൊരു കണക്ഷൻ ഇവർക്ക് ആ ഒരു എക്സ്പീരിയൻസ് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെയാണ് ഇവർ എക്കോ ഫെമിനിസ്റ്റ് ഫിലോസഫിയിലോട്ട് തിരിയുന്നത്. സോ അവർ ഇന്ത്യയുടെ ഗ്രീൻ റവല്യൂഷന് വേണ്ടി ആർഗ്യൂ ചെയ്തിരുന്നു. അതായത് ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യണം, പക്ഷേ സോയിലിനൊന്നും പറ്റരുത്, വാട്ടർ ഡിപ്ലീറ്റഡ് ആവരുത്, ബയോഡൈവേഴ്സിറ്റി നശിക്കരുത്, ഫാമേഴ്സിന് കടം കൂടരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ഇവർ അതായത് ടെക്നോളജിയോ അല്ലെങ്കിൽ പ്രോഫിറ്റിന് വേണ്ടി മാത്രം നമ്മൾ ചെയ്യാതെ നമ്മുടെ എൻവയോൺമെൻറ്റിനെയും കൂടെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഫാമിങ് നടത്തുക. അവർ നവധാന്യ എന്ന് പറഞ്ഞ് ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്തു. നവധാന്യ എന്ന് വെച്ചാൽ 9 സീഡ്സ് എന്നാണ്. ബയോഡൈവേഴ്സിറ്റിക്ക് വേണ്ടിയും ഈ സീഡ്സ് ഒക്കെ അതായത് കൺസർവ് ചെയ്യാൻ വേണ്ടിയും നമ്മൾ പല ടൈപ്പ് ചെടികളുടെയൊക്കെ സീഡുകളുണ്ടല്ലോ, എന്നിട്ട് ഓർഗാനിക് ഫാമിങ്ങിനെ സപ്പോർട്ട് ചെയ്യാനും ഈ കോർപ്പറേറ്റ് കമ്പനീസ് അഗ്രികൾച്ചറിനെ കൺട്രോൾ ചെയ്യുന്നതിനെ വിലക്കാനും വേണ്ടിയാണ് ഇവരിത് കണ്ടുപിടിച്ചത്. അപ്പം അവർ ഒരുപാട് 100 കണക്കിന് കമ്മ്യൂണിറ്റി സീഡ് ബാങ്കുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 4000 റൈസ് വെറൈറ്റീസ് ഇവർ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സിനെതിരെ അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനീസ്, മോൺസാൻറ്റോ എന്നുള്ള കമ്പനിക്കെതിരെയൊക്കെ ഇവർ വളരെ ക്രിട്ടിസൈസ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. ആൻഡ് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീഡ്സിനെ പേറ്റൻറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ലൈഫ് ഫോംസിന് പേറ്റൻറ്റ് പറയുക, അതായത് പേറ്റൻറ്റ് പറയുന്നത് വെച്ചാൽ ഓണർഷിപ്പ് പോലെ പറയുക എന്ന് വെച്ചാൽ അതിനെ ബയോ പൈറസി എന്നാണ് വിളിക്കുന്നത്. അതായത് നേച്ചറിൻ്റെ ഒരു തെഫ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ സീഡിനൊക്കെ ഒരു ഓണർഷിപ്പ് പറയുന്നത്. അപ്പോൾ ഈ സീഡ് സോവർണിറ്റിയെ, അതായത് കുറേ കോർപ്പറേറ്റ് കമ്പനീസ് വന്നിട്ട് ഈ സീഡിന് അല്ലെങ്കിൽ പല ടൈപ്പിനുള്ള സീഡിനൊക്കെ പേറ്റൻറ്റ് പറയുവാണ്, ഓണർഷിപ്പ് പറയുവാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഈ സീഡ് സോവർണിറ്റിയിൽ നിന്ന് ഫാമേഴ്സിനെ സേവ് ചെയ്യുക, സീഡുകൾ അതായത് അരിമണികൾ അതിനെ എക്സ്ചേഞ്ച് ചെയ്യുക ഫ്രീ ആയിട്ട്. അതായിരുന്നു അവരുടെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ വന്ദന ശിവ എന്ന് പറയുന്നത് ഒരു എക്കോ ഫെമിനിസത്തിലൊരു ലീഡിങ് വോയിസ് തന്നെയാണ്. ഓക്കെ, അവരുടെ മേജർ വർക്ക്സ് എന്ന് പറയുന്നത് എർത്ത് ഡെമോക്രസി, പിന്നെ ദ വയലൻസ് ഓഫ് ദ ഗ്രീൻ റെവല്യൂഷൻ, ഇതൊക്കെയാണ് കേട്ടോ. ഇൻ്റർനാഷണൽ അവാർഡ്സ് ഒക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു മോസ്റ്റ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ വോയിസ് ആണ് ഇവരുടേത്. അപ്പോൾ അവരുടെ ബിലീഫ് എന്താണെന്ന് വെച്ചാൽ സീഡാണ് സോഴ്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. സീഡ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്താൽ അത് നമ്മുടെ ഫ്രീഡത്തിനെയും ഫ്യൂച്ചറിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു എസ്സേയിലോട്ട് കിടക്കാം. എസ്സേയിൽ പാരഗ്രാഫ് ബൈ പാരഗ്രാഫാണ് ഞാൻ നോക്കുന്നത്. മൾട്ടിനാഷണൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ് കമ്പനീസ് ഈ ഫാമിങ്ങിനെ അല്ലെങ്കിൽ ഫാമേഴ്സിനെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് വെക്കുക, ആ ഒരു ഇതിനെതിരെയാണ് ഇവർ സംസാരിച്ചിരിക്കുന്നത്. ഈ ഒരു ഗാർഡിയൻ എന്നുള്ള ഈ ഒരു ഗാർഡിയൻ്റെ ആർട്ടിക്കിളിനകത്ത് പറഞ്ഞേക്കുവാണ് കേട്ടോ. അപ്പോൾ വന്ദന ശിവ വാർണിംഗ് നമുക്ക് തരുവാണ്. നമ്മൾ ടെക്നോളജിക്കൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ പ്ലാന്റിൻ്റെയൊക്കെ ജീൻ എഡിറ്റിംഗ് ഒക്കെ നടത്തുന്നുണ്ട്, ബയോ ഹാക്കുകൾ നമ്മൾ നടത്തുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ലൈഫിൻ്റെ എസെൻസിനെ തന്നെ ഡിസ്ട്രോയ് ചെയ്യുന്നതാണ്. ഈ സീഡ് എന്ന് പറയുന്നത്
ഒരു പ്ലാന്റിൻ്റെ സീഡെന്ന് പറയുന്നത് അത് മെഷീനൊന്നും അല്ല, അത് അതിൻ്റെ ഒരു ലിവിങ് സോഴ്സാണ്. ഈ സീഡാണ് നമ്മുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ നമ്മുടെ ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ ടെക്നോളജിക്കൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കിയാലും അത് ഫാമിങ്ങിനെ എന്ത് ചെയ്യരുത്, നശിപ്പിക്കരുത്. ആൻഡ് 5 decades 50 വർഷമാണ് ഇവർ എൻവയോൺമെൻറ്റൽ ജസ്റ്റിസിന് വേണ്ടി പോരാടിയത്. ഫോറസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്തു, പൊല്യൂഷനെ എക്സ്പോസ് ചെയ്തു, പെസ്റ്റിസൈഡ്സിനെ, കീടനാശിനികളെയൊക്കെ റെസിസ്റ്റ് ചെയ്തു, ഓർഗാനിക് ഫാമിങ്ങിനെ പ്രൊമോട്ട് ചെയ്തു. ആൻഡ് ഓൾസോ പവർഫുൾ കെമിക്കൽ അല്ലെങ്കിൽ കോർപ്പറേഷൻസിനെ എന്ത് ചെയ്തു, ഇവർ ചലഞ്ച് ചെയ്തു. അവർ മെയിനായിട്ട് ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സീഡ്സ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സീഡ്സ് ആണ് ലൈഫ് സോഴ്സ് എന്നാണ് അവരുടെ ഒരു അവർ പറയുന്നത്. അപ്പോൾ സീഡ്സിൻ്റെ ആ ഒരു നാച്ചുറൽ ഫ്രീ ഫോമിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അല്ലാതെ അതിനെ മോഡിഫൈ ചെയ്ത് അതിനൊരു ഓണർഷിപ്പൊക്കെ ആക്കി അതിനെ കോർപ്പറേറ്റ് കമ്പനീസ് അതിനെ കൺട്രോൾ ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ലെറ്റ് ചെയ്യരുത്, അങ്ങനെ നമ്മളൊരു ഇത് ആക്കി കൊടുക്കരുത് എന്നാണ് ഇവർ പറയുന്നത്. അപ്പം വന്ദന ശിവയുടെ ഫിലോസഫി എന്ന് വെച്ചാൽ ആൻറ്റി ഗ്ലോബലൈസേഷൻ ആണ്. അപ്പോൾ അവരെ ശരിക്കും പറഞ്ഞാൽ മഹാത്മാഗാന്ധിയുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. മഹാത്മാഗാന്ധി നമ്മുടെ തനതായിട്ടുള്ള പിന്നെ എന്താ പറയുക, മറ്റേ സ്പിന്നിങ് വീല് അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത ആളാണ് അല്ലേ. അപ്പോൾ ആ ഒരു സീഡിൻ്റെ ഈ ഒരു സിമ്പൽ വെച്ചിട്ട് ഇവരെയും മഹാത്മാഗാന്ധിയായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് നമ്മൾ ലോക്കലി സെൽഫ് റിലയൻ്റ് ആയിരിക്കണം, നമ്മൾ എന്താ പറയുക ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, റാദർ ദാൻ ഡിപ്പെൻഡിങ് അപ്പോൺ മെനി മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് അല്ലെങ്കിൽ ഈ കോർപ്പറേറ്റ് കമ്പനീസിനെ ഒന്നും നമ്മൾ അഗ്രികൾച്ചറിൻ്റെ കൺട്രോൾ കൊടുക്കാതെ നമ്മൾ തന്നെ സെൽഫ് റിലയൻ്റ് ആയിട്ട് നിന്ന് ഫാമേഴ്സ് ചെയ്യുക. അപ്പോൾ അതിലാണ് എക്കോളജിക്കൽ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റുമായിട്ട് നമുക്കൊരു പ്രോപ്പർ റിലേഷൻഷിപ്പ് കാണും. അപ്പോൾ 70 വയസ്സാണ് അവർക്കുള്ളത്. ഇപ്പോൾ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേട്രിയാർക്കി അല്ലെങ്കിൽ പേട്രിയാർക്കൽ എക്സ്പെക്റ്റേഷൻസിന് എതിരെയൊക്കെ നിൽക്കുന്ന വ്യക്തിയാണ്. 20ഓളം ബുക്കും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ അവരുടെ ടൈം എന്ന് വെച്ചാൽ ഫുൾ ടൈം ആക്ടിവിസം അല്ലെങ്കിൽ ട്രാവലാണ്. പിന്നെ അവർക്ക് ഹിമാലയാസിൽ ഓർഗാനിക് ഫാമും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ അവർ പറയുവാണ്, അതായത് ഫെമിനിസ്റ്റ് വാല്യൂസാണ് ഇവർക്കുള്ളത്. ഉത്തരാഖണ്ഡിലാണ് ജനിച്ചത്. അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റ് ആയിരുന്നു ഇവരുടെ ഐഡൻറ്റിറ്റിയുടെ സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നേച്ചറിനെ കുറിച്ചും നേച്ചറിൻ്റെ നിയമങ്ങളെക്കുറിച്ചും ഒക്കെ ഇവർ മനസ്സിലാക്കിയെടുത്ത് ഈ ഫോറസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഫ്രം ഹർ നേറ്റീവ് പ്ലേസ് ഉത്തരാഖണ്ഡിൽ നിന്നാണ്. ആൻഡ് ആസ് എ ചൈൽഡ് ഷീ റെക്കഗ്നൈസ്ഡ് എന്താണ് ഈ പേറ്റൻറ്റ് കൊടുക്കുക അല്ലെങ്കിൽ ഇതിനൊക്കെയെന്ന് വെച്ചാൽ ഒളിഞ്ഞിരിക്കുന്ന ഡേഞ്ചേഴ്സ് ഉണ്ടെന്ന് ഇവർ മനസ്സിലാക്കി. പിന്നെ അതുപോലെ തന്നെ എൻവയോൺമെൻറ്റിന് കോൺസിക്വൻസ് ഉണ്ടാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഡിസിഷൻസ് ആണെന്നുണ്ടെങ്കിലും ആരെയും കൺട്രോൾ ചെയ്യാൻ അനുവദിക്കരുത് എന്നുള്ളൊരു ബോധം ഇവർക്ക് ഉണ്ടായി. അപ്പോൾ സയൻസിലോട്ടായിരുന്നു ഇവർ എന്ത് ചെയ്യുന്നത്, ഷി വാസ് ഏർലി ഇൻഫ്ലുവൻസ്ഡ് ബൈ സയൻസ്. അപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള സ്കൂളിംഗ് റിസോഴ്സസേ ഉണ്ടായിരുന്നിട്ട് പോലും ഐൻസ്റ്റീൻ ആണ് ഇവരെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത്. അപ്പോൾ ഈ ക്വാണ്ടം ഫിസിക്സിലാണ് ഇവർ ഇനിഷ്യലി ട്രെയിൻ ചെയ്തിരുന്നുണ്ടെങ്കിലും എൻവയോൺമെൻറ്റൽ ഡിസ്ട്രക്ഷൻ, ഇന്ത്യയിലുള്ള എൻവയോൺമെൻറ്റൽ ഡിസ്ട്രക്ഷൻ, ഡീഫോറസ്റ്റേഷൻ, മറ്റേ ഡാമിൻ്റെ ഇഷ്യൂവും അതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ നല്ല രീതിയിൽ ഇവരുടെ അറ്റൻഷൻ ക്യാപ്ചർ ചെയ്തു. അപ്പോൾ ന്യൂ ടെക്നോളജി എന്ന് വെച്ചാൽ പ്രോഗ്രസ് എന്നാണ് നമ്മളെല്ലാവരും പറയുന്നത്. പക്ഷേ ആ പ്രോഗ്രസ്സിനോടൊപ്പം തന്നെ എക്കോളജിക്കൽ ഡാമേജ് ഇത് കൊണ്ടുവരുന്നു എന്നുള്ള കാര്യം നമ്മൾ കണ്ടില്ല. അത് ഇവർ കണ്ടു. 1982 അവരൊരു റിസർച്ച് ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്തു. സയൻസും ടെക്കും എക്കോളജിയും തമ്മിലുള്ള ഒരു കണക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കണക്ഷൻ ആക്കാൻ. അങ്ങനെ അവർ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചു. അപ്പോൾ അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഫാമേഴ്സ് എന്ത് ചെയ്യുക, മാക്സിമം എന്ത് ചെയ്യുക, ഇൻപുട്ട് ഉണ്ടാക്കുക, പക്ഷേ എക്കോളജി അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിനെ നശിപ്പിക്കാതിരിക്കുക. അപ്പോൾ ഗ്രീൻ റെവല്യൂഷൻ ചില കേസസിലൊക്കെ ഫാമിൻ അതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്തു. എൻവയോൺമെൻറ്റൽ ഹാം ചില സ്ഥലങ്ങളിലൊക്കെ ട്രിഗറും ചെയ്തു. അതായത് സോയിൽ ഡിപ്ലീറ്റഡ് ആക്കുക, വാട്ടർ സ്ട്രെസ് ഉണ്ടാക്കുക, പൊല്യൂഷൻ, ഫാമേഴ്സിനെ ഇത് ക്രൈസിസിലൊക്കെ കൊണ്ടുവന്നു. സോ ഈ കെമിക്കൽസ്, ആവശ്യമില്ലാത്ത കെമിക്കൽസ് ഉണ്ടല്ലോ, ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. 1990s കെമിക്കൽ കമ്പനീസ് ഈ എന്താ പറയുക അഗ്രികൾച്ചറിനെ പുഷ് ചെയ്തു. അതായത് അവരുടെ മോട്ടീവ് എന്താണെന്ന്, അതായത് GM ക്രോപ്സിനെ കുറിച്ചാണ് ഇവർ സംസാരിക്കുന്നത്, അതായത് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ്. അപ്പോൾ അഗ്രികൾച്ചറൽ ബയോടെക്നോളജി അല്ലെങ്കിൽ ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ്, ഇപ്പം നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സീഡ് അതിനകത്ത് ജനറ്റിക്കലി മോഡിഫിക്കേഷൻസ് ലാബിൽ വരുത്തി പുതിയ ഒരു പ്ലാന്റ് അല്ലെങ്കിൽ പുതിയൊരു ടൈപ്പ് ഓഫ് സീഡ് ഉണ്ടാക്കുക. അതാണ് ഈ ജനറ്റിക്കലി മോഡിഫൈഡ് സീഡ് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ക്രോപ്സ്. അപ്പോൾ ചില കെമിക്കൽ കമ്പനീസ് എന്ത് ചെയ്തു, അവരുടെ ലാബിന് അല്ലെങ്കിൽ അവരുടെ കമ്പനീസിന് ആ പേറ്റൻറ്റ് കിട്ടാൻ വേണ്ടി ലാബിലൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. സോ ഇവർക്ക് അവരുടെ മോട്ടീവ്, ഇവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളതിൽ സസ്പീഷ്യസ് ആയി. ആരാണ്? വന്ദന ശിവ.
അപ്പം പേറ്റൻ്റ് എടുക്കാൻ വേണ്ടി ഈ കമ്പനീസ് വളരെ റഷ് ചെയ്യുന്നതായിട്ട് ഇവർക്ക് മനസ്സിലായി. പേറ്റൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോരുത്തരും ഓരോ സീഡിൻ്റെ പേറ്റൻ്റ് എടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് മാത്രമല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഗ്ലോബൽ സീഡ്സ് അല്ലെങ്കിൽ അവർക്ക് മാത്രമേ വിൽക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ ഒരു കൺട്രോൾ വന്നു. അവർ തീരുമാനിക്കും, ഈ കമ്പനീസ് തീരുമാനിക്കും ആരിതിനെ പിന്നെന്താണ് ഫാമിംഗ് നടത്തണമെന്നും ആർക്ക് കൊടുക്കണമെന്നും എങ്ങനെ കൊടുക്കണമെന്നും വില നിശ്ചയിക്കുന്ന പോലും ഇവരാവും. അപ്പോൾ അത് ഗ്ലോബൽ സീഡ് സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്നൊരു ഇതിലായിപ്പോവും. അത് മാത്രമല്ല അതിലൊരു എക്കോളജിക്കൽ ഇമ്പാക്റ്റും വഴിയേ കാണും. സോ അവർ മനസ്സിലാക്കിയിടത്തോളം കോർപ്പറേഷൻസ് ഉണ്ടല്ലോ ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ഡെവലപ്പ് ചെയ്തു. എൻവയോൺമെൻറ്റിനെ കുറിച്ചോ സൊസൈറ്റിയെക്കുറിച്ചോ അതിൻ്റെ എക്കണോമിക് കോൺസിക്വൻസ് എന്താണെന്നോ മനസ്സിലാക്കാതെയാണ് ഇവർ ചെയ്തത്. അപ്പോൾ ഈ ഒരു സീഡിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു കാര്യം തന്നെ ഫണ്ടമെൻ്റലി റോങ് ആണ്. ബിക്കോസ് എവറിത്തിങ് എന്ന് പറയുന്നത് ബിലോങ്സ് ടു നേച്ചറാണ്. അതിനകത്ത് നമ്മൾ പേറ്റൻറ്റ് അല്ലെങ്കിൽ ഓണർഷിപ്പ് കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് ഫണ്ടമെൻ്റലി. അപ്പം 1991 ഇവർ നവധാന്യ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ ഫൗണ്ട് ചെയ്തു. അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിജീനിയസ് ആയിട്ടുള്ള സീഡുകൾ അതിൻ്റെ യൂസ് പ്രൊമോട്ട് ചെയ്യുക. 1999 അവർ എന്ത് ചെയ്യുക, മൊൻസാൻറ്റോ എന്ന് പറഞ്ഞ ആ ഒരു കമ്പനിയെ ജനറ്റിക്കലി മോഡിഫൈഡ് കോട്ടൺ അവർ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു പ്രോപ്പർ ഓഥറൈസേഷൻ ഇല്ലാതെ. അവരെയൊക്കെ പരസ്യമായിട്ട് ചലഞ്ച് ചെയ്തു ആ കമ്പനിയൊക്കെ. അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററി ഇങ്ങനെയാണ്. അവർ ഫസ്റ്റ് ഓഫ് ഓൾ എന്തോ ചെറിയൊരു പ്രൊഡക്ഷനിൽ നിന്ന് പിന്നീട് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്പ് ഡെവലപ്മെൻറ്റിലോട്ട് എത്തിയേക്കുവാണ്. അപ്പോൾ ഈ കമ്പനി വളരെ ട്രബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ബിഗിനിങ് ആയിരുന്നു ഈ കമ്പനിക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ മൊൻസാൻറ്റോ എന്ന് പറയുന്ന ബേയർ എന്നുള്ളൊരു ഇതിൻ്റെ പാർട്ട്ണർഷിപ്പിലാണ് വരുന്നത്. അതിനെതിരെ ഒരുപാട് മേജർ ലോ സ്യൂട്ടൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ട്. അതായത് അവർ യൂസ് ചെയ്യുന്ന ഹെർബിസൈഡ്സ് എന്ന് പറയുന്നത് ക്യാൻസർ ഉണ്ടാക്കുന്നതാണ്. ഇപ്പം ഒരുപാട് ഹ്യൂമൻ റൈറ്റ്സ് അബ്യൂസസ് ഒക്കെ ഹാപ്പൻ ചെയ്തു. അവരുടെ ഈ ഒരു ഹെർബിസൈഡ്സ് എന്ന് വെച്ചാൽ അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ള ഫാമിംഗ് പ്രാക്ടീസസിന് വഴിയൊരുക്കിയുണ്ട്. ഒരുപാട് ഗ്രൂപ്പ്സ് ഇവർക്കെതിരെ വന്നിട്ടുണ്ട്, അക്യൂസ് ചെയ്ത് വന്നിട്ടുണ്ട് ഇതെല്ലാം. ഇപ്പം അവർ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ പൊതു താല്പര്യ ഹർജി ഇവർക്കെതിരെ ഫയൽ ചെയ്തു. ഒരു മാഫിയ പോലെ, അതായത് ഇവരൊരു മാഫിയ പോലെയാണ് ഈ കമ്പനി എന്ന് ഇവർക്ക് മനസ്സിലായി. അങ്ങനെ ഇവർക്ക് ഒരുപാട് ഭീഷണികളും പ്രഷറും ഒക്കെ ഇവർ നേരിട്ടു ലീഗൽ ആക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി, ഇവരെ അതിൽ നിന്ന് വിലക്കാൻ വേണ്ടി. അപ്പം അതായത് ജനറ്റിക്കലി മോഡിഫൈഡ് കോട്ടൺ ഇന്ത്യയിൽ കൊണ്ടുവരാൻ വേണ്ടി ഇവർക്ക് പെർമിഷനൊക്കെ കിട്ടി ഓൾറെഡി 2002. വന്ദന ശിവ പക്ഷേ ഈ ഒരു കെമിക്കൽ കോർപ്പറേഷൻസിനെയൊക്കെ റെസിസ്റ്റ് ചെയ്ത് പോയിസൺ കാർട്ടൽ എന്നാണ് ഇവരിതിനെ വിളിക്കുന്നത്. അപ്പോൾ ഈ 60% ഓഫ് ഗ്ലോബൽ കൊമേഴ്ഷ്യൽ സീഡ്സിനെ കൺട്രോൾ ചെയ്യുന്നത് 4 കമ്പനീസാണെന്ന് ഇവർ മനസ്സിലാക്കാൻ സാധിച്ചു. ആൻഡ് ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് ലാബിലൊക്കെ ഇരുന്ന് ഉണ്ടാക്കുന്നതാണല്ലോ, പ്രോപ്പർ ഓതറൈസേഷനൊന്നും ഇല്ലാതെ അത് ഫെയിലായി ആ ക്രോപ്സ് എല്ലാം. അപ്പോൾ മാത്രമല്ല പെസ്റ്റിസൈഡ് യൂസ് ഇന്ത്യയിൽ നല്ല രീതിയിൽ കൂടുന്നു എന്നുള്ള കാര്യത്തിൽ ഇവർ ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവർ വളരെ അൺകോംപ്രമൈസ്ഡ് ആയിട്ട് നിന്നാണ് ഇതിനെതിരെ എല്ലാം ഫൈറ്റ് ചെയ്തത്, ഒരുപാട് ഭീഷണികൾ ഉണ്ടായിരുന്നിട്ട് പോലും. അപ്പോൾ പോപ്പുലേഷൻ കൂടുന്നു, ക്ലൈമറ്റ് പ്രഷർ മാറുന്നു, അല്ലെങ്കിൽ ഇത് ഇൻക്രീസ് ആവുന്നു. ചില എൻവയോൺമെൻറ്റിസ്റ്റുകളും ഗവൺമെൻറ്റ്സും എല്ലാം ഇപ്പോൾ ജീൻ എഡിറ്റിങ്ങിന് എന്ത് ചെയ്യണം, അതായത് അതിനനുസരിച്ചുള്ള ഓരോ ക്ലൈമറ്റിനനുസരിച്ചുള്ള ക്രോപ്സിനെ വേണം എന്നുള്ളൊരു ആവശ്യം നിലനിൽക്കുവാണ് ഇപ്പോൾ. അപ്പോൾ ജനറ്റിക്കലി മോഡിഫൈഡ് മസ്റ്റേർഡ്സ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം. പക്ഷേ വന്ദന ശിവ ഇതിനെതിരെയാണ്, അത് ഡേഞ്ചറസ് ആണെന്നും അൺപ്രഡിക്റ്റബിൾ ആണെന്നുമാണ് ഇവർ പറയുന്നത്. നമുക്കറിയത്തില്ലല്ലോ, ഇത് ജനറ്റിക്കലി മോഡിഫൈഡ് ആണ്, നാച്ചുറലായിട്ട് ഹാപ്പൻ ചെയ്യുന്നതല്ല, ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സോ വാട്ട് ആർ ഇറ്റ്സ് കോൺസിക്വൻസസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ബിയോണ്ട് ഹ്യൂമൻ നോളജ് ആണ്, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. അത് മാത്രമല്ല ഇപ്പോഴത്തെ ക്ലൈമറ്റിന് വേണ്ടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഈ ക്രോപ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, നാച്ചുറലി തന്നെ ഉണ്ട്. ഫാമേഴ്സിൻ്റെ കയ്യിൽ സീഡ് വെറൈറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇതൊന്നും വലിയ ബിഗ് കമ്പനീസ് അവർ ലാബിനകത്ത് എടുത്തിട്ടുണ്ടാക്കിയതൊന്നും അല്ല. നാച്ചുറലി അങ്ങനെ ഉണ്ടാവുന്ന സീഡ്സ് ഫാമേഴ്സിനറിയാം. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഗ്ലോബൽ അഗ്രികൾച്ചറിനെ നമുക്ക് ഇങ്ങനെയുള്ള ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സോ അല്ലെങ്കിൽ ഫാമിങ്ങോ വെച്ച് നമ്മൾ ഒരിക്കലും ഫിക്സ് ചെയ്യരുത്. അവർ പറയുന്നതെന്ന് വെച്ചാൽ എക്കോളജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള സ്മോൾ സ്കെയിൽ ഫാമിംഗ് അതിനാണ് ഫോക്കസ് കൊടുക്കേണ്ടത്. അല്ലാതെ ഇങ്ങനെയുള്ള കോർപ്പറേറ്റ് കൺട്രോൾഡ് ആയിട്ടുള്ള ഫാമിങ്ങിന് അല്ലെങ്കിൽ പോയിസൺ കാർട്ടലുകൾക്കൊന്നും ഇത് കൊടുക്കരുത്, കൺട്രോൾ കൊടുക്കരുതെന്നാണ് പറയുന്നത്. ഇത് സോയിലിനും വാട്ടറിനും അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസിനും എല്ലാം ഡാമേജ് ആണെന്നാണ് പറയുന്നത്. ആൻഡ് അവരുടെ ഫൈറ്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുവാണ്. സോ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അക്കംപ്ലിഷ്മെൻറ്റ്സ് 4000 റൈസ് വെറൈറ്റീസ് അവർ പ്രിസർവ് ചെയ്തു.
100-ൽ പരം സീഡ് ബാങ്കുകൾ അവർ ക്രിയേറ്റ് ചെയ്തു. ഫാർമേഴ്സിനെ ഓർഗാനിക് മെത്തേഡ്സിലോട്ട് ഇവർ റിട്ടേൺ ചെയ്തു, തിരികെ കൊണ്ടുപോയി. സോ അവർ പറയുന്നത് വെച്ചാൽ ലിസൺ ടു ദ സീഡ് എന്നാണ് പറയുന്നത്. അതായത് പിന്നെ ഓൾവേസ് സ്പീക്ക് ദ ട്രൂത്ത്, അതാണ് ഇവരുടെ 2 മോട്ടോ എന്ന് പറയുന്നത്. ദെൻ ഇനി നമുക്ക് ഇതിനകത്ത് തീമൊക്കെ എന്താണെന്ന് നോക്കാം. സീഡിനെ ഇവരൊരു സിമ്പിൾ ഓഫ് ലൈഫ് ആൻഡ് ഫ്രീഡം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ കോർപ്പറേഷൻ അല്ലെങ്കിൽ കോർപ്പറേറ്റ് കമ്പനീസ് പേറ്റന്റ് എടുക്കുമ്പോൾ അവരതിനെ ഒരു കമ്മോഡിറ്റി ആക്കി മാറ്റുവാണ്. ദേ ഡിസൈഡ് ആരാണ് ഇവിടെ ഫാം ചെയ്യേണ്ടത്, ആര് കൺട്രോൾ ചെയ്യും സീഡിനെ, എന്താണ് ഇതിൻ്റെ വില എന്നുള്ളത്. അപ്പോൾ അത് വീണ്ടും ഫാമേഴ്സിന് പ്രശ്നമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഫാമേഴ്സിൻ്റെ ആ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആ ഒരു ഇത് പോവുകയാണ്, നഷ്ടപ്പെടുകയാണ്. പിന്നെ അതുപോലെ തന്നെ ആൻറ്റി ഗ്ലോബലൈസേഷൻ ആണ് ഇവർ. ആൻറ്റി ഗ്ലോബലൈസേഷൻ എക്കോ ഫെമിനിസ്റ്റ് എന്നാണ് ഇവരെ വിളിക്കുന്നത്. അവരും നമ്മുടെ ഗാന്ധിയെ പോലെ നമ്മൾ സെൽഫ് റിലയൻ്റ് ആവണം, സ്വന്തമായിട്ട് നമ്മളെല്ലാം ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളൊരു രീതിയിലാണ് ഇവരും പോകുന്നത്, ഇവരുടെ ഐഡിയയും. അതുകൊണ്ട് തന്നെ മൊൺസാൻറ്റോ പോലെയുള്ള കോർപ്പറേറ്റ് കമ്പനീസിനെ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഫാമേഴ്സിനെ ഡിപ്പെൻഡൻ്റ് ആക്കുവാണ്. ഇങ്ങനെയുള്ള കമ്പനീസ് കെമിക്കൽ ഇൻപുട്സ് ഒക്കെ കൊടുത്ത് ഒരു എക്കണോമിക് സ്ലേവ്സ് ആക്കുവാണ് ഫാമേഴ്സിനെ. ട്രൂ സയൻസും ടെക്നോക്രസിയും തമ്മിലുള്ള ഒരു ഡിസ്റ്റിങ്വിഷ്മെൻറ്റ് ഇവരിവിടെ നടത്തുന്നുണ്ട്. ട്രൂ സയൻസ് എന്ന് വെച്ചാൽ എന്താ, നോളജിനെ യൂസ് ചെയ്ത് നമ്മൾ ലൈഫിനെയും എക്കോളജിയെയും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ സെർവ് ചെയ്യുന്നു. ടെക്നോക്രസി എന്ന് വെച്ചാൽ എന്താ, ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ പ്രോഫിറ്റ് മാത്രം ഉണ്ടാക്കുന്നു. പിന്നെ അവരുടെ ക്വാണ്ടം ഫിസിക്സ് ആണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞെങ്കിലും അവർ എല്ലാം നേച്ചറുമായിട്ട് ഇൻ്റർ കണക്റ്റഡ് ആണെന്ന് അവർ മനസ്സിലാക്കിയ ആ ഒരു ഐഡിയ ആണിത്. ന്യൂ ടെക്നോളജി എന്ന് പറഞ്ഞാൽ പ്രോഗ്രസ് മാത്രമല്ല എന്ന് അവർ കാണിച്ചു തന്നു. പിന്നെന്താണ്, അതിനും നെഗറ്റീവ് വശങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഗ്രീൻ റെവല്യൂഷൻ ഹെൽപ്പ് ചെയ്തെന്ന് മാത്രമല്ല, പക്ഷേ സോയിൽ ആൻഡ് വാട്ടർ ഡീഗ്രഡേഷനും ഈ നമ്മുടെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ക്രോപ്പ് വെറൈറ്റീസ് നഷ്ടമായി ഫാമേഴ്സിനെ അത് എന്തിലോട്ട് തള്ളിവിട്ടു, സൂയിസൈഡ്സിലോട്ടും തള്ളിവിട്ടിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. നമ്മളെല്ലാം പോസിറ്റീവായിട്ട് കാണുന്ന കാര്യങ്ങൾക്കെല്ലാം ഈ പുള്ളിക്കാരി എന്ത് ചെയ്യാണ്, എല്ലാത്തിനും അവരൊരു ഹിഡൻ സൈഡ് കണ്ടുപിടിക്കുകയാണ്. അതാണ് അവരുടെ വിജയം എന്ന് പറയുന്നത്. മൊൺസാൻറ്റോ എന്നുള്ള കമ്പനിയാണ് ഇപ്പോഴത്തെ വില്ലൻ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ മൊൺസാൻറ്റോ എന്നുള്ള ഓർഗനൈസേഷൻ്റെ ഇപ്പോഴത്തെ പേരെന്ന് വെച്ചാൽ ബെയർ എന്നാണ്. അവരെ പോയിസൺ കാർട്ടൽ എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ അവർ പോയിസൺ കാർട്ടലിൻ്റെ ആ ഒരു ഗ്രൂപ്പിലുള്ളവരാണെന്നാണ് ഇവർ പറയുന്നത്. അതായത് കെമിക്കൽസ് വെച്ചിട്ട് ഫുഡ് പ്രൊഡക്ഷനെ ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ കെമിക്കൽസ് എന്തിനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫാമേഴ്സിനെ മുകളിൽ ഇങ്ങനെയുള്ള കമ്പനീസ് അടിച്ചേൽപ്പിക്കുന്നത്? അവരുടെ കെമിക്കൽസ് എന്തിനു വേണ്ടിയാണ്? കാരണം ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും, പെട്ടെന്ന് തന്നെ എല്ലാം നമുക്ക് വിളവെടുക്കാം. പക്ഷെ അതിന് ഭയങ്കരമായിട്ട് നെഗറ്റീവ് വശം ഉണ്ടെന്നുള്ളത് വന്ദന ശിവയാണ് പോയിന്റ് ഔട്ട് ചെയ്തത്, അല്ലേ? പിന്നെ അതുപോലെ തന്നെ ഫാമേഴ്സിനാണ് ശരിക്കും പറഞ്ഞാൽ അവർ ക്രിയേറ്റ് ചെയ്യുന്ന സീഡ്സിനുള്ള ഏക അവകാശികളെന്ന് പറയുന്നത്. നേച്ചറിൻ്റെ അവകാശികൾ ശരിക്കും പറഞ്ഞാൽ ഫാമേഴ്സ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ അത് വേറെ കമ്പനീസ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് കമ്പനീസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഫാമേഴ്സിൻ്റെ ആ ഒരു ഇൻഡിപെൻഡൻസിയാണ് പോകുന്നത്. പിന്നെ അതിനുവേണ്ടിയാണ് ഇവർ നവധാന്യ എന്ന് പറഞ്ഞ് 1991 ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്തത്. ആൻഡ് ഷീ ഈസ് ഓൾസോ എ ഫെമിനിസ്റ്റ് ആണ്. അവരുടെ ആ ഒരു സ്പിരിറ്റ് ഓഫ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു ഫെമിനിസം ഇവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്നാണ് ഇവർക്ക് കിട്ടിയത്. അമ്മ ഫാമറും അച്ഛൻ ഒരു ഫോറസ്റ്റ് കൺസർവേറ്ററും ആയിരുന്നു, അല്ലേ? അപ്പോൾ ഈ ന്യൂ ജീൻ എഡിറ്റിംഗ് മെത്തേഡ്സ് ഒക്കെ ഇവർ അതിനെതിരാണ്. ആ ഒരു നമ്മുടെ ജനറ്റിക്കലി മോഡിഫൈഡ് മസ്റ്റാർഡ് അതൊക്കെ അൺപ്രഡിക്റ്റബിളും അൺസേഫ് ആണെന്നുമാണ് അവർ പറയുന്നത്. നാച്ചുറൽ ബ്രീഡിങ്ങും ഫാർമർ ലെഡ് ഇന്നോവേഷൻസും ആണ് സേഫ്. അല്ലാതെ ലാബിൽ മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നതിനൊന്നും നമുക്ക് അറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവർ പറയുന്നത്. ഇന്നോവേഷനൊക്കെ നല്ലതാണ്, പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത് നല്ലതാണ്, പക്ഷേ ഇറ്റ് ഷുഡ് റെസ്പെക്ട് ലൈഫ്സ് ഇൻറ്റഗ്രിറ്റി എന്നാണ് പറയുന്നത്. സ്മോൾ സ്കെയിൽ ആയിട്ടുള്ള ബയോഡൈവേഴ്സിറ്റി ബേസ്ഡ് ഫാമിങ്ങിനെയാണ് നല്ലതെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ എന്താ പറയുക, സോയിൽ പ്രാക്ടീസസിനെയൊക്കെ റീജനറേറ്റ് ചെയ്യുന്ന സോയിൽ പ്രാക്ടീസസ്, ലോക്കൽ ഫുഡ് സിസ്റ്റം, കമ്മ്യൂണിറ്റി ഓണർഷിപ്പിനൊക്കെയാണ് ഇവർ പ്രൊമോഷൻ ചെയ്യുന്നത്. ക്രിട്ടിക്സ് ഇവരെ വിളിക്കുന്നത് ആൻറ്റി സയൻസ് എന്നാണ്. അതായത് ട്രഡീഷണൽ ഫാമിങ്ങിനെ ഭയങ്കരമായിട്ട് റൊമാൻറ്റിസൈസ് ചെയ്ത് സംസാരിക്കുന്ന ഒരു സ്ത്രീ എന്നാണ് ക്രിട്ടിക്സ് ഇവരെ പറയുന്നത്. പിന്നെ ചിലർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ GM ക്രോപ്സിന്, അതായത് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സിനെ ഇവർ നല്ല രീതിയിൽ ഒപ്പോസ് ചെയ്ത് സംസാരിക്കുന്നു എന്നൊക്കെ പറയുന്നു. അപ്പം ഹങ്കറും അങ്ങനത്തുള്ള ഇഷ്യൂസിനെ കുറിച്ച് ഇവരെന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്നും പറയുന്നു. പക്ഷെ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവർ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ എൻവയോൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുക, പക്ഷേ മോറലി, അല്ലാതെ ഷോർട്ട് ടേം എഫിഷ്യൻസിക്ക് വേണ്ടിയല്ല, ലോങ് ടേം ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ഫോർസി ചെയ്തിട്ട് വേണം ക്രിയേറ്റ് ചെയ്യാനെന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോഴും ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ആക്ടിവിസം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അവരുടെ ബുക്കായിട്ടുള്ള ടെറ വൈവ എന്നുള്ള ബുക്കിനകത്തും അവരുടെ ഈ ഒരു ഫിലോസഫിയാണ് പറയുന്നത്. ഓക്കെ.